ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ചെറിയൊരു കട്ടനൊക്കെ കുടിച്ചുകൊണ്ട് നല്ല കാറ്റൊക്കെ അടിച്ച് വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് തൊട്ട് ബാക്കിൽ എന്താ ആകാശം കാണാം, ഒരു മേളിലെന്താ അവിടെ അപ്പുറത്ത് കുറച്ച് ബിൽഡിംഗ് ഒക്കെ കാണാം. അപ്പോൾ ഇതെന്താ സെറ്റപ്പ് എന്ന് ഓർത്തിരിക്കുമായിരിക്കും. വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണുള്ളത്. റൂമിൻ്റെ തൊട്ട്, അതായത് റൂമിൻ്റെ മേളിലുള്ള ഒരു വിൻഡോയാണിത്. അതായത് ഈ വിൻഡോയിൽ കൂടെ നോക്കുവാണെങ്കിൽ ഗൈസ്, ഇത് കണ്ടോ, കറക്റ്റ് മെയിൻ റോഡാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിലൂടെ കണ്ടോ വണ്ടി, ആൾക്കാർ പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് പോകുന്നതും പിന്നെ ആൾക്കാർ നടക്കുന്നതും അങ്ങനത്തെ എല്ലാ കാഴ്ചകളും എനിക്കിവിടെ നിൽക്കുക. തൊട്ടടുത്ത് തന്നെ നമ്മുടെ പബ്ബുണ്ട്, ജിമ്മുണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റൊരു വീഡിയോയിൽ ലണ്ടനിൽ മാത്രം ഇതുണ്ടെന്ന് ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിലും വൈബാണ് എനിക്കിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നമ്മുടെ നല്ല കട്ടൻ കാപ്പിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടൻ കാപ്പിപ്പൊടിയൊക്കെ കൊണ്ടുവന്നുള്ളൊരു കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ വൈബ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ തൊപ്പി വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ചെറിയ ഒരു ലുക്കിന് ഒരു തൊപ്പി ഇരുന്നോട്ടെന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് വെച്ചതാണ്. അതല്ല ഗൈസ്, കുറച്ച് നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഊരില്ലെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് ഇങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ലണ്ടനിൽ അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ, എല്ലാ വീഡിയോസും ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല, തന്നെയാണോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റുകൾ കണ്ടു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല ഗൈസ്, ഫ്രണ്ട്സ് ഇല്ലാത്ത ആരാ ഉള്ളത്? എനിക്കുണ്ട് ഇഷ്ടം പോലെ ഫ്രണ്ട്സ്. പിഷയെന്ന് പറയും, പക്ഷേ എൻ്റെ കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് നാട്ടിലാണ് ഗൈസ്. കാരണം വർഷങ്ങളായിട്ടുള്ള നല്ലൊരു ബോണ്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള എല്ലാവരും ഉള്ളത് നാട്ടിലാണ്. UK ഫ്രണ്ട്സ് ഇല്ലെന്നല്ല, ഞാൻ വന്ന ടൈമിലുണ്ടല്ലോ, എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം ലണ്ടനായിരുന്നു. പിന്നെ ഇവിടെ വന്ന ടൈമിൽ ഇത്ര റിക്രൂട്ട്മെൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മലയാളീസൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഭയങ്കര റെയറായിട്ടായിരുന്നു മലയാളീസൊക്കെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അങ്ങനെ കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല ഗൈസ്, ഫ്രണ്ട്സായിട്ട് ഇവിടത്തെ ആയിട്ട് കൂട്ടുകൂടിയൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അങ്ങോട്ട് പറയുക, കാരണം ചോദിച്ചതിന് ഒരു മറുപടി പറയണമെന്നാണല്ലോ മര്യാദ. അപ്പം ഇവിടെ വന്നിട്ടുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഒരു പ്രയോറിറ്റിക്കൊന്നും അവർക്ക് താല്പര്യമില്ല. ബാക്കി അവരുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഇങ്ങനെയാ. പിന്നെ തുടക്കം തന്നെ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് കിട്ടിയൊരു മറുപടി ഇങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ UK കല്യാണം കഴിച്ച് പോകുന്നോടന്മാരെയൊക്കെ കുറച്ച് നാളത്തേന് ആരെങ്കിലുമൊക്കെ ഒരു കൂട്ട് വേണമല്ലോ. അതായത് കടയിൽ പോകാനും എവിടെയൊക്കെ ട്രിപ്പ് പോകാനും പിന്നെ ഫുഡ് കഴിക്കാൻ പോകാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ എന്താണേലും നമുക്ക് വേണമല്ലോ. അപ്പം പിന്നെ അങ്ങനെ അങ്ങ് പോകാമെന്നുള്ളൊരു വൈബിലൊക്കെ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരുന്നു അങ്ങനെ. എന്നാലും നമ്മൾ ഒത്തിരി ജെന്യുവനായിട്ട് നിൽക്കും. അതാണല്ലോ നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ എപ്പോഴും. പുറത്തേക്കടെ നല്ല പാട്ടൊക്കെ വെച്ചുകൊണ്ടൊക്കെ പോകുന്നത്, അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ ഗൈസ്. ഞാൻ ഓർത്തു എൻ്റെ ഒരു വൈബ് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, പണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു മൈൻഡായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവുക, അടിച്ച് പൊളിക്കുക, കറങ്ങി നടക്കുക, അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു എനിക്കിഷ്ടം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ അങ്ങനെ ഒരു മേളത്തെ ഒരു ടോപ്പിൽ ലെവലിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി താഴെ ലെവലിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു നഗ്ന സത്യം എന്താണെന്നറിയുമോ? തന്നെയുള്ള ലൈഫാണ് ഏറ്റവും നല്ലത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് തോന്നുമ്പോൾ ജോലിക്ക് പോവാം, തോന്നുമ്പോൾ വന്ന് കിടക്കാം, വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം, ഇങ്ങനെ ഇതുപോലെ വൈബ് പിടിക്കാം, ട്രിപ്പ് പോകണേ, അല്ലെങ്കിൽ എവിടെ പോകണോ എവിടെയൊക്കെ ഇറങ്ങിപ്പോവാം. അല്ലെങ്കിൽ ഇപ്പം വേറൊരു ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം നേരത്തെ മുൻകൂട്ടിയൊക്കെ അറിയിച്ച് അവരുടെ അടുത്ത് പറയണം. പിന്നെ അവരോട് ചോദിക്കണം നിങ്ങൾക്ക് വരാൻ ഓക്കെ ആണോ എന്ന്. അവരുടെ പെർമിഷനും സമയവും ഇതൊക്കെ അറിഞ്ഞ് വന്ന് എല്ലാം ഒക്കെ ഒത്തൊരുങ്ങി വന്ന് കഴിഞ്ഞ് പോകുന്നതിലും ഭേദം സ്വന്തമായിട്ട് തോന്നുമ്പോൾ അങ്ങ് പോകുന്നതും വരുന്നതുമാണെന്നുള്ള ഒരു സത്യം ഞാൻ പലതവണ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കൂടുതലും തന്നെ ട്രിപ്പ് അടിക്കുന്നതും തന്നെ എല്ലായിടത്തും പോകുന്നതും തന്നെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെതിരോ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. UK തന്നെ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എല്ലാവരും ലണ്ടനിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്.
പിന്നെ തന്നെ ജീവിക്കുമ്പോൾ പറഞ്ഞു വരുന്ന ഭയങ്കര മനസ്സമാധാനമുണ്ട്. ഇതുപോലെയൊക്കെ തന്നെ നിന്ന് എന്താ നമുക്ക് നല്ല വൈബ് ചെയ്ത് നല്ല ഒരു കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തൊക്കെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. മാത്രമല്ല ഒരു 100 ഫേക്ക് ഫ്രണ്ട്സ് വന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂടെ നിൽക്കുന്നതിൽ എത്രയോ നല്ലതാ നല്ലൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ തന്നെയുള്ളൊരു സമാധാനപരമായ ലൈഫ്. ഞാനത് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്ട്രെസ്സായിട്ട് നമ്മൾ ജോലി എടുത്തതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ എന്തിനാ കുറേ തലവേദനകൾ കൊണ്ടേ കിടക്കുന്നത്. അതിലും ഭേദം സമാധാനമായിട്ട് അങ്ങനെ പോകുന്നതല്ലേ. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, നല്ല ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ട്. ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് ഉള്ളത്. ഞാൻ എപ്പോൾ നാട്ടിൽ പോയാലും കൂടുതൽ ടൈം അവരോട് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നോക്കാറുണ്ട്. കാരണം ഓരോരുത്തരും ജോലി ഉള്ള നമ്മുടെ എൻ്റെ ഒരു ഏജൊക്കെ വന്നപ്പോഴത്തേനും ഇപ്പം എല്ലാവരും പല സ്ഥലത്താണ്. ആരും പഠിച്ചവരാരും ഒരുമിച്ചൊന്നും അങ്ങനെയില്ല. പിന്നെ ഞാൻ പഠിച്ച മെയിൻ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ കുറേ നാൾ വിളിക്കാതിരിക്കുകയെന്ന് കരുത്ത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാതിരിക്കുക. ഇപ്പം നമ്മളായിട്ട് സിൻസിയറായിട്ട് നമ്മളെ ആവശ്യമുള്ളൊരു ഫ്രണ്ടാണെങ്കിൽ എത്ര നാളാണെങ്കിലും കഴിഞ്ഞാലും നമ്മളെ തേടി വരും, അല്ലെങ്കിൽ നമ്മളെ വിളിക്കും. അല്ലാത്തവരെ ഉണ്ടല്ലോ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുന്ന പോലെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. അല്ലാതെ നമ്മൾ പിന്നെയും പുറകെ പോയി മെസ്സേജ് അയച്ചും വിളിച്ചും വെറുതെ നമ്മുടെ വില കളയരുതെന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം. നിങ്ങളുടെ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഈ സെയിം അനുഭവം UK വന്നിട്ടുണ്ടായിട്ടുള്ള കുറേ പേര് കാണുമെന്ന് എനിക്കറിയാം. കാരണം സ്റ്റുഡൻറ്റ് ലൈഫിൽ വന്ന ഒത്തിരി പേര് ഞാൻ കണ്ടുമുട്ടിയ കുറേ പേര് എന്നോട് ഈ സെയിം ഒരു അനുഭവം പറഞ്ഞപ്പം തന്നെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞാൻ ഒരു സൈക്കിൾ മേടിക്കാൻ പോയപ്പോൾ ഞാൻ ഒരാളെ കണ്ടുമുട്ടിയായിരുന്നേ. അപ്പോൾ ആ പയ്യനോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേനും പുള്ളി പറഞ്ഞ പോയിൻ്റ് ഒത്തിരി ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ നിന്ന് നല്ല 8ൻ്റെ പണി കിട്ടിയപ്പോൾ തൊട്ട് തന്നെ താമസിക്കുന്നതെന്ന്. അപ്പോൾ അന്ന് ഞാനത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ നമ്മൾ പിന്നീടുണ്ടല്ലോ നമ്മൾ പല കാര്യങ്ങളും കോറിലേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് മാത്രമല്ല പലർക്കും ഇങ്ങനെ പണികൾ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഗൈസ്, ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു വൈബും അല്ലെങ്കിൽ സത്യസന്ധരായിട്ടും ആവശ്യത്തിന് കൂടെ നിൽക്കുക. ഒരു അസുഖം വന്നാൽ അറ്റ്ലീസ്റ്റ് വിളിച്ചിട്ട് കുറവുണ്ടോ അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും വേണോയെന്ന് ചോദിക്കുന്ന ഒരു ഫ്രണ്ടിനെ എന്താണ് സെലക്ട് ചെയ്യാൻ പഠിക്കുക. അത് എന്ന് ലൈഫ് ലോങ് നിൽക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ.